ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു 4:30 എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്ന് ബർത്ത്ഡേ പാർട്ടി വന്നിട്ട് കോഴിക്കോടാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 4-4.5 മണിക്കൂറുള്ള യാത്രയുണ്ട്. അതായത് എൻ്റെ ഒരു സിസ്റ്ററിനോട്, അതായത് കസിൻ സിസ്റ്ററിനോട് മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതാകുമ്പം എളുപ്പമല്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നല്ലത്. അപ്പം അത്യാവശ്യം വയറ് നിറയുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. റെഡിയാവുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഒട്ടും തന്നെ സമയമില്ലായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഒരു 12 മണിക്കാണ് കേക്ക് കട്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 മണിക്കൊക്കെ ഇറങ്ങിയാൽ മാത്രമേ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇടലൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. നമ്മുടെ സാധാരണ ഒരു ലിപ് ബാം, ഹിമാലയയുടെ ലിപ് ബാമാണ്. പിന്നെ അതിന് ശേഷം ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഏതൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ഇബയുടെ ന്യൂഡ് അലേർട്ട് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക്. ഇത് നിങ്ങൾക്ക് കുറച്ച് സട്ടിലായിട്ടൊക്കെ നല്ല ലിപ്സ്റ്റിക്ക് ഇടണം എന്നാൽ ഇട്ടെന്ന് തോന്നുകയും ചെയ്യരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇബയുടെ ന്യൂഡ് അലേർട്ട് എന്ന് പറയുന്ന ഷെയ്ഡ് എടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്, നല്ല നാച്ചുറൽ ഫിനിഷ്. അപ്പോൾ ഞാനിപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ അത് തീരാറായി, ഒരു പരുവായിട്ട് അത് എടുത്തെടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ കെ ബൈ കത്രീനയുടെ ഒരു ഐ തിങ്ക് റോം കോം എന്ന് പറയുന്നൊരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇത് ഭയങ്കര മറ്റത് ഇച്ചിരി ഒന്ന് പെയിലായി പോയ പോലെ തോന്നിയത് കൊണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണിപ്പോൾ എൻ്റെ കറണ്ട് ലിപ്സ്റ്റിക് മിക്സിങ് ഒരു രീതി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ലുക്കിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഇതുകൊണ്ട് മാത്രം ഫിനിഷ് ആയിട്ടില്ല, നമുക്ക് ഇനി ഒരു ലിപ് ലൈനും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ലിപ് ലൈനിങ് ചെയ്തിട്ടുണ്ട്. ഫോൺ പിടിച്ചിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് മീഷോന്ന് മേടിച്ച ഡ്രസ്സാണ്. ഞാൻ ഓൾറെഡി ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇട്ടോട്ടോ. എനിക്കിത് ഈ ടോപ്പ് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ നമ്മൾ ട്രാവലറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ട്രാവലറാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ കൺമണി അൻപോട് കാതൽ ആ പാട്ടാണ് കേട്ടോ പ്ലേ ചെയ്യുന്നത്. ഇത് എപ്പോൾ കേട്ടാലും മഞ്ഞുമേൽ ബോയ്സാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോസ്റ്റൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കണ്ടെന്നൊക്കെ കരുതിയാണ് കയറിയത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നല്ല മസാല ദോശയും നല്ല പൂരിയൊക്കെ കണ്ടപ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ 2 പൂരിയും കറികളൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ച് ചായയും കുടിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വടയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അതിൻ്റെ നമ്മൾ ബസ്സിലിങ്ങനെ എന്താ പറയുക അടിച്ചു പൊളിച്ച് പോകുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫ്യൂലപ്പ് ചെയ്തത് എന്തായാലും നന്നായി. കാരണം എനിക്ക് നല്ല മോഷൻ സിക്നസ് ഉള്ളതാണ്. അപ്പോൾ പിന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഗ്യാസ് കയറിയിട്ട് പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി വരും. വൊമിറ്റ് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് എന്താ അങ്ങനെയാണ്, എംപ്റ്റി ആയിട്ട് ഇരിക്കാനേ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 ആയപ്പോൾ തന്നെ നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പാർട്ടി വന്നിട്ട്. നമ്മുടെ ബേബിയുടെ പേര് ഇതിക തന്നെ എന്നാണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ബേബിയുടെ. അങ്ങനെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹോളിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2nd ഫ്ലോർ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ കയറി. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഹോള് വന്നിട്ട്. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊരു എലിഫൻറ്റിൻ്റെ പോലെ ഒരു തീമായിരുന്നു. എനിക്ക് കറക്റ്റ് ഏതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ എന്തൊക്കെയോ ഡെക്കറേഷൻസൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആകാണ്ട് 11:30 തന്നെ എത്തിയോണ്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കാനായിട്ട് പറ്റി. പിന്നെ എല്ലാവരും വന്ന് കഴിഞ്ഞപ്പോൾ 12 മണി എന്നുള്ളത് 12:30 ഏകദേശം 12 കാലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആരും തന്നെ എത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ടീം കേട്ടോ. അങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോളിൻ്റെ ഫുള്ള് വ്യൂ ആയിട്ടൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ബേബി എത്തിയിട്ടുണ്ട്, നമ്മുടെ തനുക്കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ്.
എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇത്രയും ഇങ്ങനെ ലേറ്റ് ആകുന്നത്. ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ടൈമിന്. അങ്ങനെ ഇതേ നമ്മുടെ ബേബി എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ അവളുടെ ഒരു ഫ്രോക്കൊക്കെ കാണാനായിട്ട്. പിന്നെ ഫോട്ടോ സെഷൻസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ നമ്മുടെ തനുമോൾ ജനിച്ച സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അവളെ കാണാൻ പോയതൊക്കെ ഓർമ്മയുണ്ട്. എത്ര പെട്ടെന്നല്ലേ ദിവസവും കാലമൊക്കെ എങ്ങനെ കടന്നു പോണത്. ഇന്നലെ കഴിഞ്ഞ മാതിരി തോന്നുകയാണ്. കഴിഞ്ഞ വിഷുവിനും മോളെ പോയി കണ്ടതും എടുത്തതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴേക്ക് എത്രയാ ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ജനിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വർഷം അങ്ങ് കടന്നു പോയത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിതേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററിനോടെ. അപ്പം ചേച്ചി എന്നല്ല, ആൾക്ക് ചേച്ചി എന്നൊന്നും വിളിക്കണ ഇഷ്ടമില്ല കേട്ടോ. എന്നാലും പ്രായം കൊണ്ട് എന്തെങ്കിലും കുറച്ച് മൂത്തതായതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ചേച്ചി എന്ന് വിളിച്ചേക്കാം. അപ്പോൾ ചേച്ചിയുടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ കോഴിക്കോട്. അപ്പോൾ അവരുടെ കുറച്ച് റിലേറ്റീവ്സും ആൾക്കാരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ദൂരമുള്ള നമ്മളാണ് ആദ്യം എത്തിയത് കേട്ടോ. അതവൾ പറയുകയും ചെയ്തായിരുന്നു, ഞങ്ങളായിരുന്നു ഏറ്റവും നേരത്തെ എത്തിയത്. അങ്ങനെ ഇത് ഞങ്ങളുടെ കേക്ക് കട്ടിങ് ഈ അങ്ങനെ ഇതേ ഫാമിലി കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഇപ്പോൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് കലാപരിപാടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ഫോട്ടോ സെഷൻസാണ്. ഇതേ മോൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. അത് നന്നായിട്ട് എനിക്കിഷ്ടമായി. നല്ലൊരു സൈക്കിളാണ് കേട്ടോ. അവൾക്ക് കുറച്ചുകൂടി വളരുമ്പോഴേക്കും ഓടിക്കാമല്ലോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇതേ കേക്ക് കഴിക്കുകയാണ്. ഒരു ബാർബി തീമിലുള്ളൊരു കേക്കായിരുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. സദ്യയായിരുന്നു, ഒരുപാട് കറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് സദ്യയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവിടുത്തെ ഓരോ ഇങ്ങനെ ഡിസ്ട്രിക്റ്റ് മാറി വരുമ്പോൾ, അതായത് തെക്കയിൽ നിന്ന് ഇങ്ങനെ വടക്കിലേക്ക് പോയി വരുമ്പോൾ ഈ സദ്യകളുടെ കറികളും ഓർഡറുകളൊക്കെ കുറേ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പം നമ്മുടെ അവിടുത്തെ ഒരു രീതിയല്ലായിരുന്നു ഇവിടുത്തെ ഒരു കറികളൊക്കെ സെയിം ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഐസ്ക്രീമൊക്കെ കുടിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളിതേ തിരിക്കുകയാണ്. ഇങ്ങനെ നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ. അപ്പോൾ വണ്ടിയിലും കൂടി കയറി യാത്രയും കൂടി ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കാനുള്ളൊരു എനർജിയൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിലും വലിയ ഡാൻസൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, തിരിച്ചു പോയപ്പോൾ പിന്നെ എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ കുറേ താരാട്ട് പാട്ടൊക്കെ ആയിരുന്നു പ്ലേ ചെയ്തത്. അതെന്തായാലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റി എന്തായാലും. അപ്പോൾ ഞാനും നല്ലൊരു ഉറങ്ങാനുള്ളൊരു പുറപ്പാടിലാണ്. എന്തായാലും 4 മണിക്കൂർ യാത്രയുണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നല്ലൊരു ഉറങ്ങിയേക്കാം. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഒരു 4-4.5 മണിക്കൂർ ചായക്കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ചായയും സ്നാക്സും എന്തൊക്കെയോ സമൂസയും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ വാങ്ങിയായിരുന്നു. അപ്പം തന്നെ പാതി നല്ലൊരു ഉറങ്ങി എണീറ്റ് ഇതിന് ക്ഷീണമാവും കേട്ടോ. കാരണം ഇപ്പോൾ എല്ലായിടത്തും റോഡ് പണികളാണല്ലോ. ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ ഇങ്ങനെ റോഡ് പണി ഭയങ്കര ഇതായിട്ട് നടക്കുകയാണ്. പൊടിയും ചൂടൊക്കെ അടിച്ചിട്ട് ഭയങ്കര ക്ഷീണമാവും. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.